ഇതിൽ നേരത്തെ കേന്ദ്രം ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. ഇന്നും കേന്ദ്രം ആ ആശങ്ക അറിയിക്കുകയാണ്. വഖഫിന്റെ പേരിൽ സ്വകാര്യ സ്വത്തുക്കൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീടാണ് സമയം തേടിയത്. അപ്പോൾ 7 ദിവസത്തെ സമയം അനുവദിക്കുകയും എന്നാൽ ഇത് ഇടക്കാല ഉത്തരവ് കൂടി കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഈ വഖഫ് ബൈ യൂസർ എന്നുള്ളത് അത് ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളുടെ കാര്യത്തിലും കളക്ടറുടെ കാര്യത്തിലും ഇന്നലെ കോടതി പറഞ്ഞ അതേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മൂന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണോ? നമുക്ക് വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്നലെ കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതി ഇന്ന് ഇടക്കാല ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഇന്നലെ ഇറക്കാൻ തന്നെ കോടതി നിന്നതായിരുന്നു. ഈ സമയത്താണ് സോളിസിറ്റർ ജനറൽ സമയം വേണമെന്നും ചില വാദഗതികൾ ഉയർത്താനുമുണ്ടെന്നും പറഞ്ഞത്. ഇതുകൂടി കണക്കിലെടുത്ത് ഇന്ന് സോളിസിറ്റർ ജനറലിന്റെ കേന്ദ്രത്തിന്റെ വാദങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നു. ഇതേ സമയം തന്നെ 7 ദിവസം ഇവർക്ക് സാവകാശവും ആവശ്യമായ റിപ്പോർട്ടുകളും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനുള്ള സാവകാശവും ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായും ഇന്നലെ കോടതി നിരീക്ഷിച്ച കാര്യം ഈ വഖഫ് ബൈ യൂസർ എന്നുള്ളതാണ്. നമ്മൾക്കറിയുന്നത് പോലെ തന്നെ വഖഫ് ഭൂമികളിലേറെയും ചരിത്രകാലം തൊട്ട് രേഖകളില്ലാതെ ഉപയോഗിച്ച് വന്ന വഖഫിന്റെ അധീനതയിലായ ഭൂമികളാണ്. ഇതിന് രജിസ്ട്രേഷനോ രേഖകളോ ഉണ്ടാവില്ല. ഈ ഭൂമി ഡീനോട്ടിഫൈ ചെയ്യണമെന്നായിരുന്നു ഈ ഭേദഗതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻ. എന്നാൽ ഇത് അങ്ങനെ സാധിക്കില്ലെന്നും ചരിത്രത്തെ എങ്ങനെ വിലയിരുത്താനാകുമെന്നും അക്കാലത്ത് രജിസ്ട്രേഷനുകൾ എങ്ങനെ കണ്ടെത്താനാകുമെന്നൊക്കെ കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. ഈ നിരീക്ഷണം ഇന്ന് ഇടക്കാല ഉത്തരവായി വന്നിരിക്കുന്നു. ഇപ്പോൾ ഏതൊക്കെയാണ് വഖഫ് ഭൂമികൾ, ആ വഖഫ് ഭൂമികൾ അതുപോലെ തൽസ്ഥിതിയിൽ വഖഫ് ഭൂമിയായി തന്നെ തുടരും. അത് അസാധുവാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും വലിയ തിരിച്ചടിയും ഇതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ വഖഫ് ഭേദഗതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വഖഫ് കൗൺസിൽ, കേന്ദ്രത്തിലാണെങ്കിൽ വഖഫ് കൗൺസിലും സംസ്ഥാനത്താണെങ്കിൽ വഖഫ് ബോർഡും. ഇതിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ നിയമിക്കണമെന്ന ആ ഒരു പ്രൊവിഷൻ, നിയമ ഭേദഗതിയിൽ ആ പ്രൊവിഷൻ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇത് മൗലികാവകാശ ലംഘനമാണെന്ന് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ പ്രൊവിഷനിലും കൃത്യമായ ഇടപെടൽ ഇന്നലെ തന്നെ സുപ്രീം കോടതി നടത്തിയിരുന്നു. 2 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം, അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സ് എല്ലാം മുസ്ലിങ്ങളായിരിക്കണം എന്ന നിരീക്ഷണം ഇന്നലെ തന്നെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. ഇടക്കാല ഉത്തരവിലും അത് തന്നെയാണ് കോടതി പറയുന്നത്. ഒരു പുതിയ വിധി വരുന്നത് വരെ, ഒരു പുതിയ തീരുമാനം വരെ ഇടക്കാല ഉത്തരവ് അനുസരിച്ചാണെങ്കിൽ പുതിയ നിയമനങ്ങൾ വഖഫ് ബോർഡിലോ വഖഫ് കൗൺസിലോ ഉണ്ടാകരുത്. അതായത് തൽസ്ഥിതി അതിലും തുടരണം എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നു. ഇനി മൂന്നാമത്തെ വിഷയം, ഒരു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലെയിം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇഷ്യൂ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്ന ചോദ്യത്തിന് വഖഫ് ഭേദഗതി ബില്ലിൽ കളക്ടർക്ക് ഒരു വല്ലാത്തൊരു അധികാരം കൊടുത്ത് കളക്ടറെ സംബന്ധിച്ച് അത് വഖഫ് ഭൂമിയാണോ സർക്കാർ ഭൂമിയാണോ തീരുമാനിക്കാനുള്ള ഒരു ജുറിസ്ഡിക്ഷൻ കളക്ടർക്ക് നൽകിയിരുന്നു ഈ ഭേദഗതിയിൽ. ഈ ഭേദഗതിയിലും ഇന്നലെ കോടതി നടത്തിയ നിരീക്ഷണം തന്നെയാണ് ഇന്ന് ഇടക്കാല ഉത്തരവായി വരുന്നത്. കളക്ടർക്ക് ഇത്തരത്തിൽ ക്ലെയിം നടക്കുന്ന അല്ലെങ്കിൽ തർക്കം നടക്കുന്ന ഭൂമിയിൽ പരിശോധനയും അന്വേഷണവും നടത്താം. പക്ഷേ കളക്ടർക്ക് ഒരു അതോറിറ്റി നിലവിലില്ല ഇത് വഖഫ് ഭൂമിയല്ലെന്ന് തീരുമാനിക്കാൻ. അതായത് ഇന്നലെ സുപ്രീം കോടതി നിരീക്ഷിച്ച 3 കാര്യങ്ങളും ഇടക്കാല ഉത്തരവായി തന്നെ വന്നിരിക്കുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, സോളിസിറ്റർ ജനറൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചില ഗ്രാമങ്ങളിലെ ഭൂമികളടക്കം വഖഫ് എന്ന് ചൂണ്ടിക്കാട്ടി പിടിച്ചെടുത്തിരിക്കുന്നു. അനിവാര്യത കൊണ്ടാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിലടക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പക്ഷേ വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് പോയി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിയല്ല. അതൊരു പ്രോപ്പർ പെർഫെക്റ്റ് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് വഖഫ് ഭൂമിയായി നിർണ്ണയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഏറ്റവും ക്രക്സായ 3 പ്രൊവിഷനുകളിൽ ഇടക്കാല ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.